ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ 6 ഞായർ. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന 4 വായനകളിലൂടെയുള്ള യാത്രയാണ് ഈ ഞായറാഴ്ചത്തെ ബ്ലസ് 364. ഇന്നത്തെ ഈ 4 വായനകളിലൂടെ ധ്യാനപൂർവം യാത്ര ചെയ്യാൻ നിങ്ങളേവരെയും സ്നേഹപൂർവം ക്ഷണിക്കുകയാണ്. ഇന്നത്തെ 4 വായനകൾ തമ്മിലൊരു പ്രോപ്പർ കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും. കർത്താവ് നിനക്ക് ആശ്വാസം നൽകും, കർത്താവിൻ്റെ സാന്നിധ്യം നിനക്ക് ആശ്വാസമാകും എന്നതാണ് ഇന്നത്തെ ഈ 4 വായനകളുടെയും കണ്ടൻറ്റ്. ശരിക്കും നമുക്കൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സങ്കടങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല, അലച്ചിലുകൾക്ക് യാതൊരു കുറവുമില്ല. ഒത്തിരി പ്രാർത്ഥിക്കും, ദൈവാശ്രയത്വത്തിൽ ജീവിക്കും, ദൈവവിചാരമുണ്ട്, വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല, മനുഷ്യനെ നമ്മളെക്കൊണ്ടാകുന്ന ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്, പള്ളിയോട് പരിശുദ്ധ കുർബാനയോടൊക്കെ അടുപ്പമുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴും പിന്നെയും സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴുണ്ടല്ലോ നമ്മൾ ഉലഞ്ഞു പോകും. പിന്നെയും ഞെരുക്കം, എന്തുകൊണ്ട് കർത്താവേ എനിക്ക്, എന്തുകൊണ്ട് കർത്താവേ എനിക്ക്. അതായത് നീ പറഞ്ഞ വഴിയെ നടക്കാൻ ശ്രമിച്ചിട്ടും പിന്നെയും എന്താണ് ഈ സങ്കടങ്ങൾ. നമ്മൾ സ്വാഭാവികമായിട്ടും കർത്താവിനോട് കലഹിച്ചു പോകുന്ന നേരമാണ്. ചില നേരത്ത് നമുക്കിങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ട് ചോദിക്കാൻ തോന്നും, എന്നാ ഏർപ്പാടാണിത്, എന്തൊരു പരിപാടിയത് എന്ന് ചോദിച്ചു പോകുന്ന നേരമുണ്ട്. അത്തരം നേരങ്ങളിൽ ഉലഞ്ഞു പോകുന്നവർക്കുള്ള ദൂതാണ് ഇന്നത്തെ 4 വായനകളിലൂടെയുള്ള കണക്ഷൻ. ഇത് വലിയൊരു ഇൻ്റർപ്രട്ടേഷൻ്റെ ആവശ്യമൊന്നുമില്ല, വലിയ ഇങ്ങനെ എന്താ പറയേണ്ടത്, വളരെ നോവലായിട്ട് പുതുമയുള്ളൊരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമൊന്നും ഇന്നത്തെ ഈ 4 വായനകളിലില്ല. വളരെ ബ്ലണ്ടായിട്ട് നേരെ കാര്യം പറയുകയാണ്, കർത്താവ് നിനക്ക് ആശ്വാസം നൽകും. ശരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മനുഷ്യർ ഓരോരോ സങ്കടങ്ങൾ, എന്തോരോ അല്ലേ, കുടുംബത്തെക്കുറിച്ച്, തൊഴിലിനെക്കുറിച്ച്, ശരീരത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അങ്ങനെയുള്ള പല കൺസേൺസിൽ വലയുന്നവർക്കുള്ള ദൂതാണ് ഇന്നത്തെ ബ്ലസ് 364 ഈ ഞായറാഴ്ചത്തെ വചനഭാഗങ്ങൾ എന്ന് മനസ്സിലാക്കി എന്നോടൊപ്പം സാധിക്കുന്നവരൊക്കെ ബൈബിൾ എടുത്ത്, അധിക സമയം ഇന്ന് നീണ്ടുപോകില്ല, സ്ട്രെയിറ്റ് ടു ദ മാറ്ററാണ്. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം പേര് ബൈബിൾ എടുത്തു വെച്ച് അടിവരയൊക്കെ ഇട്ട് എന്നോടൊപ്പം ഈ യാത്ര ചെയ്യാൻ ഞാൻ ക്ഷണിക്കുന്നു. 4 വായനകളിൽ ഒന്നാം വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്നാണ്. പുറപ്പാട് 33 ഒന്നാം വായന. രണ്ടാം വായന ജെറമ്യ 20. മൂന്നാം വായന കൊരിന്ത്യർക്കുള്ള 2-ാമത്തെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളാണ്. സുവിശേഷം, മത്തായി സുവിശേഷം 11-ാം അധ്യായമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇന്നത്തെ മുഴുവൻ ചിന്തകളുടെ സമ്മറിയായിട്ട് എടുക്കാൻ പറ്റുന്നത് ലേഖനമാണ്. അവിടുന്ന് തുടങ്ങാം. നമുക്ക് ലേഖന ഭാഗം ഒന്ന് വായിച്ചു തുടങ്ങാം. കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മുടെ മെയിൻ ത്രസ്റ്റ് കിടക്കുന്നത് 5-ാമത്തെ വാക്യമാണ്. അത് വരച്ചിട്ടു. 5-ാമത്തെ വാക്യമാണ്. ഇങ്ങനെയാണത്: മിശിഹായുടെ സഹനങ്ങളിൽ ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നത് പോലെ മിശിഹായിലുള്ള സമാശ്വാസത്തിലും ഞങ്ങൾ സമൃദ്ധമായി പങ്കുചേരുന്നു. അതായത് കർത്താവ് തമ്പുരാൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ പങ്കുചേരുന്നു. അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി വി വിൽ ബി കൺസോൾഡ് ബൈ ഹിം. കർത്താവിൻ്റെ കുരിശിൽ അവനോട് ചേർന്ന് ഞങ്ങൾ സഹിക്കുന്നു. അപ്പോൾ അവൻ്റെ ആശ്വാസം ഞങ്ങൾക്ക് ലഭിക്കും, അവൻ്റെ ആശ്വാസത്തിൽ ഞങ്ങൾ പങ്കുപറ്റും. അപ്പം നമ്മൾ ചോദിക്കുക, എവിടെയാണ് നമ്മൾ കുരിശിൽ കർത്താവിൻ്റെ കൂടെ സഹിക്കുന്നത്? അവിടെ പൗലോസ്ലീഹായുടെ പഠിപ്പിലെല്ലാം അതുണ്ട്. സഹിക്കുന്നവർ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് ആ സഹനം വയ്ക്കട്ടെ. ഇന്നിപ്പോൾ നിലയ്ക്കാതെ കണ്ണീരൊഴുകുന്നുണ്ടെങ്കിൽ ഓർക്കേണ്ടത്, ആ കണ്ണീര് പാഴായി പോകരുത്. അതെവിടെ വെക്കണം? കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വെക്കണം. ആ കുരിശ് പിന്നീട് ആശ്വാസമായി മാറിയതുപോലെ, ഉദ്ധാനം മഹത്വം അവരനുഭവിച്ചതുപോലെ, സങ്കടങ്ങളിൽ കർത്താവിനോട് ചേർന്ന് സഹിക്കുന്നവർ അവനോട് ചേർന്ന് ആശ്വാസത്തിലും പങ്കുചേരും. ഇത് പ്രധാനപ്പെട്ട ചിന്തയാണ്. ആ വാക്യം മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ പഴയ നിയമ ദൃഷ്ടാന്തങ്ങൾ 2 പേര് ഇന്നത്തെ വായനകളിലുണ്ട്. ഒന്നാമത്തത് മോശയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം തൊട്ട്, പുറപ്പാട് 33 12-ാമത്തെ വാക്യം തൊട്ട്, അവിടെ മോശ ശരിക്കും പറഞ്ഞാൽ കർത്താവിനോട് കലഹിക്കുകയാണ്. കർത്താവിനോട് ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. കർത്താവെ, 13-ാമത്തെ വാക്യം, അങ്ങ് എന്നിൽ സംപ്രീതനാണല്ലോ, അങ്ങയുടെ വഴി നീ കാണിച്ചു തരിക, അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ, ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും എന്നൊക്കെ പറഞ്ഞിട്ട് 14-ാമത്തെ വാക്യത്തിലാണ് മോശ
കർത്താവ് നിയോഗിച്ച് ഭരമേൽപ്പിച്ച മോശ, ജനതകളെ നയിക്കാൻ, ഇസ്രായേലിനെ നയിക്കാൻ കർത്താവ് ഭരമേൽപ്പിച്ച മോശ ഇടയ്ക്കൊന്ന് സങ്കടപ്പെട്ടു പോവുകയാണ്, ഇടയ്ക്കൊന്ന് ഉലയുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്കൊക്കെ അങ്ങനെ സംഭവിക്കുന്നേ. കർത്താവിനോട് ആലോചിച്ച് ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അച്ഛനാകാൻ കർത്താവിനോട് ആലോചിച്ച് പ്രാർത്ഥിച്ച് തീരുമാനം എടുത്താണ്. പകുതി വഴിയിൽ ഉലഞ്ഞു പോകുമ്പോൾ ചോദ്യം, കർത്താവ് എന്താ ഇത്? വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചാലോചിച്ച് ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ്. പിന്നീട് ചോദിക്കുക, എന്താ ഇത്? ഈ തൊഴിൽ നമ്മൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. കർത്താവിനോട് ചോദിച്ചു, പ്രാർത്ഥിച്ചു, സമയം കണ്ടെത്തി. എന്നിട്ട് പിന്നെ അവിടെ നമുക്കൊരു തടസ്സം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉലഞ്ഞു പോകും. നമ്മൾ ചോദിക്കും, കർത്താവ് എന്താ ഇത്? അത്തരം ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ അതിൻ്റെ മോഡൽ, അതിൻ്റെ നമുക്ക് മുമ്പിലുള്ളൊരു പ്രോട്ടോടൈപ്പായിട്ട് ആരെ വെക്കുക? മോശയെ വെക്കുക. വലിയ നിയോഗം കർത്താവിൽ നേറ്റെടുത്തവൻ, കർത്താവ് കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചവൻ പാതി വഴിയിൽ ഒന്ന് ഉലഞ്ഞു പോവുകയാണ്. പക്ഷെ മോശയ്ക്ക് ഒരു കാര്യം അറിയാം, കർത്താവ് നീ എന്നിൽ സംപ്രീതനാണല്ലോ, നിനക്ക് അപ്രീതി ഉണ്ടാകുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, നീ എന്നിൽ പ്രീതനാണല്ലോ കർത്താവേ, നിന്റെ പ്രീതിയാലെ എന്നെ കാക്കണേ. എന്നിട്ട് പിന്നീട് താഴേക്ക് വരുമ്പോൾ 14-ാമത്തെ വാക്യമാണ് നമുക്കുള്ളത്, അടിവരയിട്ട് വെക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. ശരിക്കും ഈ 2 വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ്. കർത്താവ് നമുക്ക് തരുന്ന ആശ്വാസമാണ്, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും, ഞാൻ തന്നെ നിന്നോട് കൂടെ വരും. അപ്പോൾ എൻ്റെ സാന്നിധ്യം നിനക്ക് ബലം നൽകും, നിനക്ക് ആശ്വാസം നൽകും. മോശയുടെ പ്രതികരണം, മോശ അതിനെ അഫേം ചെയ്യുകയാണ്. കർത്താവെ, സന്തോഷം, നീ കൂടെ ഇല്ലെങ്കിൽ എന്നെ എങ്ങോട്ടും വിടണ്ട, നീ കൂടെ ഇല്ലെങ്കിൽ, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. ശരിക്കും ഓരോ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പും കർത്താവിൽ നിന്ന് വാങ്ങിച്ചെടുക്കേണ്ട ഉറപ്പാണിത്. കർത്താവെ, നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് നീ എന്നെ വിടരുത്, നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഈ രാജ്യത്തിലേക്കുള്ള വിസ നീ എനിക്ക് അടിച്ച് തരരുത്, കർത്താവെ, നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഈ കോഴ്സിന് എനിക്ക് അഡ്മിഷൻ നീ വാങ്ങിത്തരരുത്, എനിക്ക് ആ കോഴ്സിൻ്റെ അഡ്മിഷനേക്കാൾ, ആ രാജ്യത്തിലേക്കുള്ള എൻട്രിയേക്കാൾ, ഈ തൊഴിലിനേക്കാൾ, ഈ ബിസിനസ്സിനേക്കാൾ എനിക്ക് വലുത് നീയാണ് കർത്താവേ, നീ എൻ്റെ കൂടെ ഉള്ള വഴികളിലേക്ക് മാത്രം എന്നെ നയിച്ചാൽ മതിയേ എന്ന് പ്രാർത്ഥിക്കണം. സങ്കടങ്ങളുടെ നേരത്ത് നീ എൻ്റെ കൂടെ ഉണ്ടാകണേ, നിൻ്റെ സാന്നിധ്യമാണ് എൻ്റെ ആശ്വാസം. ഇനി ജെറമിയയുടെ പുസ്തകത്തിൽ ജെറമിയ അങ്ങ് വല്ലാണ്ട് സങ്കടപ്പെടുന്നുണ്ട് കർത്താവിനോട്. കർത്താവെ, നീ പറഞ്ഞിട്ടല്ലേ ഈ പണിക്ക് ഞാൻ ഇറങ്ങിയത്. ജെറമിയ 20. ശരിക്കും നമുക്കൊക്കെ അങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ വരുമെന്നേ. അതായത്, കർത്താവെ, നീ പറഞ്ഞതനുസരിച്ചൊക്കെ ജീവിച്ചിട്ട് പിന്നെ എന്താ ഈ ഒലഞ്ഞു പോകുന്നത്? കർത്താവിൻ്റെ പ്രവാചകനാണ്. ജെറമിയയുടെ പരാതി എന്നാണ് തലക്കെട്ട് തന്നെ. ജെറമിയ പുസ്തകം 20-ാം അധ്യായം 7-ാമത്തെ വാക്യം. ജെറമിയ കുറച്ചുകൂടെ കട്ടിക്കാണ് കർത്താവിനോട്. ജെറമിയയുടെ വാക്കുകൾ തന്നെ, ജനത്തോട് പറയുന്ന വാക്കുകൾ തന്നെ കട്ടിയാണ്. അതേ കട്ടിയിൽ തന്നെയാണ് കർത്താവിനോട് ജെറമിയ സംസാരിക്കുന്നത്. ജെറമിയ പറയുന്നത്, കർത്താവെ, അങ്ങനെ വഞ്ചിച്ചു, ചതിച്ചു കളഞ്ഞല്ലോ കർത്താവെ. ചിലപ്പോൾ നമ്മളും ചോദിച്ചു പോകത്തില്ലേ, ചതിച്ചു കളഞ്ഞല്ലോ കർത്താവെ, കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പാതി വഴിക്ക് നീ പാലം വലിച്ചു കളഞ്ഞല്ലോ കർത്താവെ. അങ്ങ്, ഞാൻ വഞ്ചിതനായി, അങ്ങ് എന്നേക്കാൾ ശക്തനാണ്, അങ്ങ് വിജയിച്ചിരിക്കുന്ന ദിവസം മുഴുവൻ പരിഹാസപാത്രമായി എല്ലാവരും എന്നെ അപഹസിക്കുന്നു. എന്നുവെച്ചാൽ ഞാൻ ചെയ്യുന്ന ഈ ശുശ്രൂഷയെ പ്രതി എല്ലാവരും എന്നെ പുച്ഛിക്കുന്നു കർത്താവെ എന്ന് പറഞ്ഞ് ജെറമിയ പരാതി പറയുകയാണ്. പക്ഷെ ജെറമിയ പിന്നീട് പറയുന്നൊരു വാക്യം ഈ കോണ്ടെക്സ്റ്റിലല്ലെങ്കിലും വളരെ പവർഫുള്ളാണ്. അതായത്, ജെറമിയയ്ക്ക് ഇടയ്ക്ക് ആഗ്രഹം തോന്നുന്നു ഒന്നും മിണ്ടാതിരിക്കണമെന്ന്, വെറുതെ കർത്താവിന് വേണ്ടി ഈ പണിയൊന്നും ചെയ്യണ്ട. ചിലപ്പോൾ നമുക്കൊക്കെ തോന്നുന്നില്ലേ, അതായത് അത്യാവശ്യം പ്രാർത്ഥിക്കുന്നവർ, എന്തെങ്കിലുമൊക്കെ ഒരു സുവിശേഷത്തിൻ്റെ വേല ചെയ്യുന്നവർ, നന്മ ചെയ്യാൻ ശ്രമിക്കുന്നവർ, ചിലപ്പോൾ പാതി വഴി എത്തുമ്പോൾ ഓർക്കും മിണ്ടാതിരിക്കാം, ഇനി ഒന്നും പോകണ്ട, ഇനി ഒരു കാര്യത്തിന് ഇറങ്ങണ്ട, ഇനി ഒരു പ്രത്യേകിച്ചൊരു നന്മയും ചെയ്യണ്ട, ഇനി അങ്ങനെ പള്ളിയോടൊന്നും വലിയ അടുപ്പമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മനസ്സും അടുത്തു പോകും. ചിലപ്പോൾ ഈ ശുശ്രൂഷകളൊന്നും വേണ്ട. പക്ഷെ ജെറമിയ പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെയാണത്: എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിനെ അടക്കാൻ ശ്രമിച്ചു, ഞാൻ തളർന്നു, എനിക്ക് സാധിക്കുന്നില്ല. ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെയാണെന്ന് ദൈവസ്നേഹം ജെറമിയയുടെ ഉള്ളിൽ കിടക്കുന്നത്. ശരിക്കും ആ അനുഭവം കിട്ടണം. അങ്ങനെ വന്നാലുണ്ടല്ലോ, പിന്നെ എത്ര തളർന്നാലും തകർന്നാലും നമ്മൾ അടങ്ങിയിരിക്കത്തില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ, ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്ന അനുഭവം ജെറമിയയ്ക്ക് ഉണ്ടാകുകയാണ്. എന്നിട്ട് പിന്നീട് ജെറമിയ അതിൽ നിന്ന് റിവൈവ് ചെയ്യുകയാണ്. പിന്നീട് തിരിച്ചു വരുന്നു. പിന്നീട് താഴേക്ക് വരുന്ന ഭാഗത്ത് ജെറമിയയുടെ പ്രത്യാശയാണ്. എത്ര തകർന്നാലും, എൻ്റെ ശത്രു എൻ്റെ തകർച്ച കണ്ടാലും, അതായത് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 10-ാമത്തെ വാക്യം, പലരും അടക്കം പറയുന്നത് ഞാൻ കേൾക്കുന്നു, സർവത്ര ഭീതി, അവനെതിരെ ആരോപണം നടത്തുക, നമുക്ക് അവനെതിരെ കുറ്റാരോപണം നടത്താം,
എൻ്റെ കൂട്ടുകാരായിരുന്നവർ ഞാൻ വീഴുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് ദൈവവേലയ്ക്ക് നന്മ ചെയ്യാനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ അനുഭവം ഉണ്ടാകും. നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ വീഴ്ച കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. അവിടെയാണ് 11-ാമത്തെ വാക്യത്തിൽ ജെറമ്യയുടെ പ്രത്യാശ ജെറമ്യ ആഘോഷിക്കുന്നത്. എന്നാൽ വീരയോദ്ധാവിനെ പോലെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, അതിനാൽ എൻ്റെ പീഡകർക്ക് കാലിടറും, അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല. അത് എന്നെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഒന്നിനും എന്നെ തകർക്കാൻ കഴിയാത്ത വിധം അതിന് മുകളിലേക്ക് കർത്താവ് എന്നെ ഉയർത്തും. പ്രിയമുള്ളവരെ, നമ്മൾ തുടങ്ങിയത് ആ റൂട്ട് മനസ്സിലാക്കി വെക്കണേ. പീഡനങ്ങളുടെ, സങ്കടങ്ങളുടെ, സഹനങ്ങളുടെ, ഞെരുക്കങ്ങളുടെ നടുവിൽ ആശ്വാസത്തിൻ്റെ സന്ദേശമാണ് ഇന്നത്തെ വചനവ്യാഖ്യാനം മുഴുവൻ. പൗലോസ്ലിഹ പറയുന്ന കാര്യം, അവനോട് ചേർന്ന് സഹിക്കുന്നവർ അവനോട് ചേർന്ന് ആശ്വാസം അനുഭവിക്കും. എന്നിട്ട് നമ്മൾ പഴയ നിയമ ഉദാഹരണങ്ങളിലേക്ക് പോയി. 1-ാം വായനയിൽ മോശ കർത്താവിൻ്റെ നിയോഗത്തെ പൂർത്തിയാക്കാൻ ഇറങ്ങിത്തിരിച്ചവൻ പാതി വഴിയിൽ ഉലഞ്ഞു പോകുന്നു. അവൻ പറയുന്നു, കർത്താവെ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പോകാം, നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്നെ വിടരുത്. ജെറമ്യ ഇടയ്ക്കൊന്ന് സങ്കടപ്പെട്ടു പോകുന്നു. പക്ഷെ ജെറമ്യായ്ക്ക് മനസ്സിലാകുന്നു, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന ഒരു അഗ്നി എൻ്റെ അസ്ഥിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്നത് പോലെയാണ്, അത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കർത്താവിൽ, ദൈവസ്നേഹത്തിൽ ആശ്രയം വെച്ച് കത്തുന്നവനെ പിന്നീട് കർത്താവ് തന്നെ അവൻ്റെ പീഡകരുടെ മുമ്പിൽ ഉയർത്തുന്നു. ഇനി സുവിശേഷത്തിലേക്ക് വരാം. ഇതിൻ്റെ എല്ലാം കൾമിനേഷൻ സുവിശേഷത്തിൽ കിടപ്പുണ്ട്. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം. ഇന്ന് നമ്മളെല്ലാവരും, നമുക്കെല്ലാവർക്കും അറിയാം, ഇഷ്ടം പോലെ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷേ ആ അധ്യായവും വാക്യവും വെച്ച് പഠിച്ച് ശീലിച്ചിട്ടുണ്ടാകത്തില്ല എല്ലാവരും. കുറേ പേർക്കൊക്കെ അറിയാം. ഇന്ന് പഠിക്കുക. ഇനി ഇന്നത്തെ ദിവസം, ഈ ഞായറാഴ്ച ദിവസം, ലോർഡ്സ് ഡേ, കർത്താവിൻ്റെ ദിവസം, നാവിൽ പറഞ്ഞു പഠിച്ചു കൊണ്ട് നടക്കേണ്ട വാക്യം അതാണ്. മത്തായി 11:28. മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം ലഘുവുമാണ്. അതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മത്തായി സുവിശേഷം 11-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളാണ്. 28-ാമത്തെ വാക്യമാണിത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ക്രിസ്ത്യാനിറ്റി, ക്രിസ്ത്യൻ ലൈഫ് ഇതാണ്. കർത്താവിലേക്ക് നമ്മളെ തന്നെ സറണ്ടർ ചെയ്യുകയും അങ്ങനെ സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഭാരക്കുറവിൻ്റെ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ പ്രത്യാശ അതാണ്. ഹീ വിൽ ടേക്ക് കെയർ ഓഫ് മീ. എൻ്റെ ദൈവം എന്നെ നടത്തിക്കൊള്ളും, എൻ്റെ ദൈവം എന്നെ നടത്തിക്കൊള്ളും. അതിൻ്റെ അർത്ഥം ഇടയ്ക്ക് നിരാശ ഉണ്ടാകില്ലെന്നല്ല. നമ്മുടെ ചുറ്റും ശത്രുക്കൾ നിരന്നു നിൽക്കുകയില്ലെന്നല്ല. നമുക്ക് തന്നെ ടെൻഷൻസും നമുക്ക് തന്നെ ഡെസ്പറേറ്റ് എക്സ്പീരിയൻസസും ഉണ്ടാകില്ല എന്നല്ല. നമ്മുടെ വഴികൾ എപ്പോഴും ഇങ്ങനെ പൂക്കൾ വിതറിയ വഴികളായിരിക്കുമെന്ന് അർത്ഥമില്ല. പക്ഷേ അതിൻ്റെയൊക്കെ നടുക്ക് നിന്നുകൊണ്ട് നമുക്കുള്ള ആശ്വാസം ഇതാണ്. മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ സഹിക്കുന്നത് എങ്ങനെയായിരിക്കണം? അതാണ് പൗലോസ്ലീഹ പറയുന്നത്, സഹനമൊക്കെ കർത്താവിനോട് ചേർന്ന് സഹിക്കുന്നവർ കർത്താവിനോട് ചേർന്ന് ആശ്വാസം അനുഭവിക്കും. പ്രിയമുള്ളവരെ, നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. ഈ 4 വായനകളിലൂടെ സമയം കിട്ടുന്നത് പോലെ ഒന്ന് വായിക്കുക. മോശയെപ്പോലെ, ജെറമ്യായെപ്പോലെ കർത്താവിൽ ആശ്രയം വയ്ക്കാം. പൗലോസിനെ പോലെ കർത്താവിൻ്റെ ആശ്വാസം നമുക്ക് അനുഭവിക്കാം. കർത്താവിൻ്റെ ക്ഷണത്തിന് കാതോർക്കുകയും ചെയ്യാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ തമ്പുരാനെ, ഞങ്ങളുടെ സഹനകാലങ്ങളിൽ നിന്നോട് ചേർന്ന് ഞങ്ങൾ നിൽക്കട്ടെ. നീ കരം പിടിക്കുന്ന അനുഭവം ഞങ്ങൾക്കുണ്ടാകട്ടെ. നീ ഒന്ന് കരം പിടിച്ചാൽ ഏതു സങ്കടക്കടലും ഞങ്ങൾ നീന്തിക്കടക്കും, ഏത് കനൽ വഴിയും ഞങ്ങൾ നടന്നു കയറും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.